ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ വക്താവുമായ സന്ദീപ് വാര്യർ ഒടുവിൽ ബി.ജെ.പിയിലെത്തി. വലിയ ആഘോഷത്തോടുകൂടിയാണ് സന്ദീപ് വാര്യരെ ബി.ജെ.പി സ്വീകരിച്ചിരിക്കുന്നത്. വലിയ ആഘോഷം മാധ്യമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. പ്രമുഖ മാധ്യമങ്ങളുടെ ഓൺലൈൻ ചാനലുകളിലെല്ലാം വലിയ വാർത്തയാണ്. ദൃശ്യമാധ്യമങ്ങൾ പ്രതികരണങ്ങൾ ആരാഞ്ഞ് നെട്ടോട്ടമോടുകയാണ്. വലിയ ആഘോഷമാക്കി മാറ്റുന്നുണ്ട്. അത് അവരുടെ രാഷ്ട്രീയമാണ്, UDF-ന് വേണ്ടി വിടുപണി ചെയ്യുക എന്നത്. എന്നാൽ എങ്ങനെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയത്? അത് വലിയൊരു നീണ്ട പ്രക്രിയയായിരുന്നു. ആദ്യം സന്ദീപ് വാര്യർ സമീപിച്ചത് CPIM-നെ ആയിരുന്നു എന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CPIM പറഞ്ഞു, നിലപാട് വ്യക്തമാക്കൂ, നിങ്ങൾ രാഷ്ട്രീയ നിലപാട് പറയൂ, താങ്കൾക്ക് വ്യക്തിപരമായി BJP നേതാക്കളുമായും എന്തെങ്കിലും അകൽച്ചയുണ്ടാകും, അതുകൊണ്ട് CPM-ൽ ചേരാൻ കഴിയില്ല. CPM-ൽ ചേരണമെങ്കിൽ ആദ്യം നിലപാട് വ്യക്തമാക്കൂ എന്ന്. അപ്പോൾ സന്ദീപ് വാര്യർ CPM നേതാക്കളോട് പറഞ്ഞത്, CPM നേതാക്കൾ തന്നെ അറിയിച്ചതാണ് ഇക്കാര്യം. സന്ദീപ് വാര്യർ പറഞ്ഞത്, എന്നെ പിണറായി വിജയൻ വിളിച്ച് സംസാരിക്കണം. പിണറായി വിജയൻ വിളിച്ച് സംസാരിച്ച് എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കാം എന്നാണ് സന്ദീപ് വാര്യർ CPM നേതാക്കളെ അറിയിച്ചത്. എന്നാൽ CPM നേതാക്കൾ പറഞ്ഞു, അത് നടക്കില്ല. പിണറായി വിജയൻ താങ്കളെ വിളിക്കണമെങ്കിൽ, താങ്കളെ കാണണമെങ്കിൽ താങ്കൾ താങ്കളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കണം. വ്യക്തിപരമായി താങ്കൾക്ക് BJP നേതാക്കളുമായി അകൽച്ചയുണ്ടാകാം, അത് രാഷ്ട്രീയ നിലപാട് മാറ്റമല്ല, അത് വ്യക്തിപരമായ അകൽച്ചയാണ്, വ്യക്തിപരമായ പ്രശ്നമാണ്, അതിൽ രാഷ്ട്രീയമില്ല. രാഷ്ട്രീയ നിലപാട്, ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാണോ? BJPയുടെ രാഷ്ട്രീയ നിലപാട് തള്ളിപ്പറയാൻ തയ്യാറാണോ? BJPയുടെ വർഗീയ നിലപാട് തള്ളിപ്പറയാൻ തയ്യാറാണോ? ഇന്നലെ വരെ താങ്കൾ സ്വീകരിച്ച തീവ്ര ഹിന്ദുത്വ നിലപാട് അത് തെറ്റാണ് എന്ന് പറയാൻ തയ്യാറാണോ? ഈ ചോദ്യമാണ് CPIM സന്ദീപ് വാര്യരുടെ മുന്നിൽ വെച്ചത്. എന്നാൽ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ അദ്ദേഹം തയ്യാറായില്ല എന്ന് CPIM നേതാവ് MP രാജേഷ് തന്നെ മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട്. അത് കേൾക്കാം. അതുകൊണ്ടാണ് ഞങ്ങൾ എടുക്കാത്തത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ല. ബാലേട്ടൻ പൊതുവെ ഒരാളെ നിങ്ങൾ അതെന്താ പ്രശ്നം അറിയോ? ശ്രീ BD സതീശൻ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കേട്ട് ആ ഭാഷയിൽ എല്ലാവരും മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയല്ലല്ലോ. താങ്കളടക്കമുള്ള ആരും ഈ വിഷയങ്ങളൊന്നും വന്ന് ഉന്നയിച്ചിരുന്നില്ല. നിലപാട് മാറ്റിയാണെങ്കിൽ നിങ്ങളുടെ റിപ്പോർട്ടറിന് കൊടുത്ത മിനിമം ചോദിക്കുന്ന പ്രതിനിധിക്ക് നിങ്ങളുടെ മാധ്യമമെങ്കിലും ഒന്ന് കാണണം. നിങ്ങളുടെ റിപ്പോർട്ടറിന് കൊടുത്ത എൻ്റെ ഒരു അഭിമുഖമുണ്ട്. ആ അഭിമുഖം പിന്നീട് ഒരു കാർഡായിട്ടും നിങ്ങൾ തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. എന്തായിരുന്നു വാചകം എന്നറിയാമോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹത്തിന് മറുപടി പറയട്ടെ. എന്താ വാചകം എന്നറിയാമോ? അദ്ദേഹം വ്യക്തിപരമായ പ്രശ്നങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വർഗീയതയുടെ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാതെ, അതിനെ തള്ളിപ്പറയാതെ മറ്റൊന്നും നടക്കില്ല. മനസ്സിലായോ? അതാണ് ഞങ്ങളുടെ നിലപാട്. അതോടുകൂടിയാണ് CPM-ൽ ചേരാമെന്ന മോഹം അദ്ദേഹം ഉപേക്ഷിച്ചത്. വർഗീയ നിലപാട് തള്ളിപ്പറയാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിട്ടില്ല. ഇന്ന് കോൺഗ്രസിന്റെ വാർത്താ സമ്മേളനത്തിൽ പോലും സന്ദീപ് വാര്യർ തൻ്റെ വർഗീയ നിലപാട്, താൻ ഇന്നലെ വരെ സ്വീകരിച്ച വർഗീയ നിലപാട് തള്ളിപ്പറയുന്നില്ല. അദ്ദേഹം എന്നെ ബലിദാനികൾക്ക് എതിരാക്കി മാറ്റാൻ ശ്രമിച്ചു, ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് ഉത്തരവാദിത്തം K. സുരേന്ദ്രനാണ് എന്ന് പറഞ്ഞ് വ്യക്തിപരമായ വൈരാഗ്യവും എതിർപ്പും ഉയർത്തിപ്പിടിക്കാനാണ് തയ്യാറായത് സന്ദീപ് വാര്യർ. നിലപാട് പറഞ്ഞില്ല. ഞാൻ ഇന്നലെ വരെ സ്വീകരിച്ച ഹിന്ദു വർഗീയ നിലപാട്, തീവ്ര ഹിന്ദു വർഗീയ നിലപാട് തള്ളിപ്പറയാൻ അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും തയ്യാറായില്ല എന്നോർക്കണം. എന്ന് വെച്ചാൽ അദ്ദേഹം മാറിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിലെത്തി എന്നല്ലാതെ അദ്ദേഹത്തിന് നിലപാടിൽ വെള്ളം ചേർത്തിട്ടില്ല എന്നർത്ഥം. കോൺഗ്രസിൽ അത് പറ്റും, യാതൊരു പ്രശ്നവുമില്ല. കാരണം RSS ശാഖയ്ക്ക് കാവൽ നിന്ന ആളാണ് K. സുധാകരൻ. സർവർക്കറിനെ കോൺഗ്രസിന്റെ വേദിയിൽ വെച്ച് വിളക്ക് കത്തിച്ച് പൂജിച്ച ആളാണ് BD സതീശൻ. അങ്ങനെയുള്ളവരോടൊപ്പം നിൽക്കാൻ എളുപ്പത്തിൽ കഴിയും സന്ദീപ് വാര്യർക്ക്. പക്ഷേ അപ്പുറത്ത് അങ്ങനെയല്ല, CPM അങ്ങനെയല്ല എന്നുകൂടി തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ സന്ദീപ് വാര്യരുടെ കൂടുമാറ്റം. ഇനിയിപ്പോൾ എങ്ങനെയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നത്? സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുവാൻ ആദ്യം മുതൽ തന്നെ ശ്രമം നടത്തിയത് BD സതീശനാണ്. KPCC പ്രസിഡന്റ് K. സുധാകരനെ ഇരുട്ടിൽ നിർത്തിയാണ് നീക്കം നടത്തിയത്. ഇന്നത്തെ മലയാള മനോരമ വാർത്തയിൽ അതുണ്ട്, ഓൺലൈൻ വാർത്തയിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. K. സുധാകരനെ പോലും അറിയിക്കാതെയാണ്, വളരെ രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയത് എന്ന്. ഹൈക്കമാൻഡ് നേരിട്ടാണ് ഇടപെട്ടത് എന്ന്. ഇവിടെ ഇടപെട്ടത് പക്ഷേ VD സതീശനായിരുന്നു.
ചർച്ച നടന്നത് ബാംഗ്ലൂരിൽ വെച്ചാണ്. കെ സി വേണുഗോപാലും ഡി ശിവകുമാറും ചർച്ചയിൽ പങ്കെടുത്തു. ആ ചർച്ചയിലാണ് ധാരണയാകുന്നത്. എന്താണ് വാഗ്ദാനം എന്ന് മെല്ലെ മെല്ലെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾ തന്നെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന്, നിയമസഭയിലേക്ക് സീറ്റ് തരാം എന്നാണ്. അത് പാലക്കാടാണെങ്കിൽ പാലക്കാട്. ഇത്തവണ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചാൽ അടുത്ത തവണ രാഹുൽ മാങ്കൂട്ടത്തിനെ ആറന്മുളയിലേക്ക് മാറ്റും, അവിടെ മത്സരിക്കാൻ അവസരം തരാം എന്നാണ്. അതല്ലെങ്കിൽ സരിൻ CPM-ലേക്ക് വന്നു, ഒറ്റപ്പാലം ഒഴിഞ്ഞു കിടക്കുന്നു, ഒറ്റപ്പാലത്ത് സീറ്റ് തരാം എന്നാണ്. അത് രണ്ടുമല്ലെങ്കിൽ ലോക്സഭയിലേക്ക് പാലക്കാട് നിന്ന് മത്സരിക്കാം എന്നാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ VK ശ്രീകണ്ഠൻ നിയമസഭയിലേക്ക് മത്സരിക്കും. അങ്ങനെ വന്നാൽ ജയിച്ചാൽ പാലക്കാട് മണ്ഡലത്തിൽ ഒഴിവരും, ലോക്സഭയിലേക്ക് ഒഴിവരും, അവിടെ മത്സരിക്കാം എന്നാണ്. അങ്ങനെ വിവിധ ഓഫറുകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതോടൊപ്പം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലേക്ക് ദേശീയ സെക്രട്ടറി പദവിയോ അതില്ലെങ്കിൽ വക്താവ് പദവിയോ നൽകാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതാണ് നൽകിയിരിക്കുന്ന വാഗ്ദാനം. ആ വാഗ്ദാനം സ്വീകരിച്ചാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിൽ എത്തിയിരിക്കുന്നത്. ചർച്ച നടന്നത് ഒരു സംശയവും വേണ്ട ബാംഗ്ലൂരിൽ വെച്ചാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. ഏതായാലും ബാംഗ്ലൂരിൽ വെച്ച് KC വേണുഗോപാലിൻ്റെയും ശിവകുമാറിൻ്റെയും സാന്നിധ്യത്തിലാണ് ചർച്ച നടക്കുകയും തീരുമാനമാകുകയും ചെയ്തത്. കേരളത്തിൽ ഇക്കാര്യം അറിയുന്ന ഏക നേതാവ് VD സതീശൻ മാത്രമാണ്. KPCC പ്രസിഡന്റ് പോലും അറിയില്ല. KPCC പ്രസിഡന്റിനെ ഇരുട്ടിൽ നിർത്തിയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും പ്രകടമായിരുന്നു. K. സുധാകരൻ്റെ മുഖത്ത് തീരെ തെളിച്ചമില്ലായിരുന്നു. എല്ലാം തൻ്റെ കയ്യിൽ ഒതുക്കാനുള്ള VD സതീശൻ്റെ കളി അവിടെ വ്യക്തമായും കാണുകയും ചെയ്തിരുന്നു. ആദ്യം സംസാരിക്കുന്നത് ഞാൻ, അത് കഴിഞ്ഞ് സംസാരം നീണ്ടു പോയി സന്ദീപ് വാര്യരുടെ. ആ സമയത്തും ഇടപെട്ടു VD സതീശൻ. അത്ര പറഞ്ഞാൽ മതി എന്ന സന്ദേശം കൃത്യമായി കൊടുക്കുകയും ഒരു ഘട്ടത്തിൽ സന്ദീപ് വാര്യർ, ഞാൻ വീണ്ടും ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നുണ്ട്, ഇവിടെ മുതിർന്ന നേതാക്കൾ ഇരിക്കുന്നുണ്ട്, മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്നതും നാം കണ്ടതാണ്. ഏതായാലും VD സതീശൻ്റെ ആളായി VD സതീശൻ്റെ ഇടപെടലിനെ തുടർന്നാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഹൈക്കമാൻഡ് അതിന് എല്ലാവിധ സഹായവും നൽകിയിട്ടുണ്ട്. ഇനി VD സതീശൻ്റെ ബാധ്യതയായി മാറുമോ സന്ദീപ് വാര്യർ എന്നേ അറിയാനുള്ളൂ. കോൺഗ്രസ് നേതാക്കളെല്ലാവരും എന്ന് വെച്ചാൽ VD സതീശൻ ഒഴികെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഈ തീരുമാനത്തോട് അതൃപ്തിയുണ്ട് എന്ന വിവരം ഇതിനകം പുറത്തു വന്നു. K. മുരളീധരൻ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അധികം ട്രോളിക്കൊണ്ടാണ്, പരസ്യമായി പറഞ്ഞിട്ടില്ല, സൂചനകൾ നൽകിക്കൊണ്ട് ട്രോളിക്കൊണ്ടാണ് ഇതിനെതിരെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് പ്രതിഷേധമുണ്ട്. പക്ഷേ അവർ ഇപ്പോൾ പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇലക്ഷൻ കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ പൊട്ടിത്തെറിക്ക് മറ്റൊരു കാരണമായി സന്ദീപ് വാര്യർ മാറും എന്ന് തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള നേതാക്കൾ പറയുന്നത്.